വെൽക്കം ടു ഗ്രേസ് പാത്ത്. അസ്ഥിമജ്ജയെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ മൈലോമ എന്ന ക്യാൻസർ രോഗത്തിന്റെ നിർണയത്തിനായിട്ടാണ് സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഏറ്റവും സാധാരണയായി നിർദ്ദേശിക്കപ്പെടാറുള്ളതെങ്കിലും രക്തത്തിലെ പ്രോട്ടീനുകളുടെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റു രോഗങ്ങളുടെ നിർണയത്തിനും ഇത് സഹായകമാണ്. രക്തത്തിൽ മാത്രമല്ല, മൂത്രത്തിലും സ്പൈനൽ ഫ്ലൂയിഡ് ഇവയിലൊക്കെ ഈ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ടെസ്റ്റ് നടത്താറുണ്ട്. സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ഈ ടെസ്റ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. രക്തത്തിലെ പ്രോട്ടീനുകളെ അവയുടെ ഇലക്ട്രിക് ചാർജ്, വലിപ്പം, ആകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇലക്ട്രോഫോറസിസ്. രക്തത്തിലെ സീറം വേർതിരിച്ച് ഒരു സ്പെഷ്യൽ മീഡിയത്തിൽ, ഉദാഹരണത്തിന് അഗാരോസ് ജെൽ ട്രീറ്റ് ചെയ്ത ഒരു പേപ്പർ ആകാം ഈ മീഡിയം. ഈ സ്പെഷ്യൽ മീഡിയത്തിലേക്ക് രക്തത്തിലെ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഇലക്ട്രിക് കറണ്ട് കടത്തിവിട്ട് പ്രോട്ടീനുകളെ വേർതിരിക്കും. വേർതിരിക്കപ്പെട്ട പ്രോട്ടീനുകൾ അഗാരോസ് ജെല്ലിൽ ബാൻഡുകൾ ഉണ്ടാക്കും. ഇവ സ്റ്റെയിൻ ചെയ്ത് ഓരോ ബാൻഡിൻ്റെയും ഡെൻസിറ്റി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ കണക്കാക്കി ഗ്രാഫായി റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിൽ ഈ ഗ്രാഫിക് റെക്കോർഡിംഗ് എടുക്കുക. ഇനി സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിൽ നമുക്ക് കിട്ടുന്ന ആ പ്രോട്ടീൻ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽബുമിനാണ് ബ്ലഡിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്രോട്ടീൻ. ഇത് പോസിറ്റീവ് ഇലക്ട്രോഡിന് സമീപമായി ഒരു വലിയ പീക്ക് ഉണ്ടാക്കും. ഗ്ലോബുലിനുകളുടെ അളവ് കുറവായതിനാൽ അവ ചെറിയ പീക്കുകളാണ് ഉണ്ടാക്കുക. ഗ്ലോബുലിൻ 5 കാറ്റഗറീസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. ആൽഫ 1, ആൽഫ 2. ഈ ബീറ്റയുടെ പീക്കിന് ശരിക്കും 2 പോർഷൻ ഉണ്ട്, ബീറ്റ 1ഉം ബീറ്റ 2ഉം. പക്ഷെ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് ബീറ്റ ഒരു സിംഗിൾ ഫ്രാക്ഷൻ ആയിട്ടാണ് ഇവിടെ ഈ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഗാമ. അപ്പോൾ ആൽഫ 1, ആൽഫ 2, ബീറ്റ, ഗാമ എന്നിവയാണ് ഈ ഗ്രാഫിലുള്ള റെപ്രസെൻറ്റേഷൻ. ഇനി ഗാമ ഫ്രാക്ഷൻ ആണ് നെഗറ്റീവ് ഇലക്ട്രോഡിന് അടുത്തായിട്ട് കാണപ്പെടുക. ഇനി നമുക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. ആൽബുമിനാണ് ആദ്യത്തെ പീക്ക്. രക്തത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ ആൽബുമിൻ ആയതുകൊണ്ട് അതൊരു ഉയർന്ന പീക്കായിരിക്കും ഉണ്ടാക്കുക. നമുക്കറിയാം ഈ ആൽബുമിൻ പ്രധാനമായും ഉണ്ടാക്കപ്പെടുന്നത് കരളിൽ നിന്നാണ്. അപ്പോൾ ആൽബുമിൻ്റെ ഈ പീക്ക് കുറയ്ക്കാൻ കരൾ രോഗങ്ങൾ അല്ലെങ്കിൽ യൂറിനിലൂടെ ആൽബുമിൻ നഷ്ടപ്പെടുന്ന വൃക്ക രോഗങ്ങൾ ഇവയിലൊക്കെ ഈ ആൽബുമിൻ്റെ പീക്ക് കുറഞ്ഞു കാണപ്പെടും. ഇനി അടുത്ത പീക്ക് ആൽഫ 1 പ്രോട്ടീൻ ഫ്രാക്ഷൻ ആണ്. ഇത് ഈ ആൽഫ 1 ഏരിയയിൽ ആ പീക്ക് ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ആൽഫ 1 ആൻറ്റിട്രിപ്സിൻ, തൈറോയിഡ് ബൈൻഡിങ് ഗ്ലോബുലിൻ, ട്രാൻസ്കോട്ടിൻ എന്നിവയാണ്. പിന്നീടുള്ളത് ആൽഫ 2 പ്രോട്ടീൻ ഫ്രാക്ഷൻ ആണ്. ആ പീക്ക് ഉണ്ടാക്കുന്നത് സെറുലോപ്ലാസ്മിൻ, ആൽഫ 2 മാക്രോഗ്ലോബുലിൻ, ഹാപ്റ്റോഗ്ലോബുലിൻ എന്നീ പ്രോട്ടീനുകളാണ്. ഇനി അടുത്തത് ബീറ്റ ഫ്രാക്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബീറ്റ ഫ്രാക്ഷനിൽ ബീറ്റ 1, ബീറ്റ 2 എന്നിങ്ങനെ 2 ചെറിയ പീക്കുകൾ ഉണ്ട്. ഇവിടെ ബീറ്റ 1 ട്രാൻസ്ഫെറിൻ എന്ന പ്രോട്ടീനും ബീറ്റ 2 ബീറ്റ ലൈപ്പോപ്രോട്ടീൻ എന്ന പ്രോട്ടീനുമാണ് ഉണ്ടാക്കുക. ഇനി ചില സമയത്ത് IgA, IgM, IgG അതുപോലെ തന്നെ ചില കോംപ്ലിമെന്റ് പ്രോട്ടീൻസും ഈ ബീറ്റ ഫ്രാക്ഷനിൽ കാണപ്പെടാറുണ്ട്. ഇനി അടുത്തതാണ് ഗാമ ഫ്രാക്ഷൻ. ശരിക്കും ക്ലിനിക്കൽ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗമാണ് ഈ ഗാമ ഫ്രാക്ഷൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രധാനമായിട്ടും ഈ ഭാഗത്ത് ഈ ഗാമ പോർഷനിലാണ് കാണുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് കാണുന്ന സി റിയാക്റ്റീവ് പ്രോട്ടീൻ സാധാരണഗതിയിലായിട്ട് ഈ ബീറ്റ ഫ്രാക്ഷനും ഗാമ ഫ്രാക്ഷനും ഇടയിലായിട്ടായിരിക്കും കാണപ്പെടുക.
അപ്പോൾ ഇത്രയാണ് ഈ സീറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് വഴി നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ ഫ്രാക്ഷൻസ്, അതിൻ്റെ പീക്കുകൾ. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ സീറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ടെസ്റ്റ് ചെയ്യുക? പ്രധാനമായും മൾട്ടിപ്പിൾ മൈലോമ എന്ന ഈ മജ്ജയെ ബാധിക്കുന്ന ക്യാൻസർ സംശയിക്കുന്ന രോഗികളിലാണ് സീറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗമുണ്ടോ എന്ന് സംശയിക്കുന്നത്? വിളർച്ച, അസ്ഥികൾക്ക് കടുത്ത വേദന, വൃക്കകളുടെ പ്രവർത്തനങ്ങളിലെ തകരാറ്, ഇവയൊക്കെ ഒരാളിൽ അടുത്തിടെയായിട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗം ആണോ എന്ന് നമ്മൾ സംശയിക്കണം. അതുപോലെ തന്നെ കടുത്ത നടുവേദന, തട്ടലോ മുട്ടലോ വീഴ്ചയോ ഒന്നുമില്ലാതെ അസ്ഥികൾ ഒടിയുന്ന അവസ്ഥ, ഇതിനെ നമ്മൾ പത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് പറയും. അങ്ങനെ കാണപ്പെടുന്നവർ, അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഈ മൂത്രം പതഞ്ഞ് പോകുന്നവർ, ഇവരിലൊക്കെ മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗം നമുക്ക് സംശയിക്കാനാകും. അതോടെ പൊതുവായിട്ട് നമുക്ക് കാണുന്ന അമിതമായ ക്ഷീണം, വെയിറ്റ് പെട്ടെന്ന് കുറയുക, ഇതൊക്കെ മൾട്ടിപ്പിൾ മൈലോമയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ ഒരുപാട് കുറഞ്ഞു കാണുക, ESR വളരെ കൂടുതലായിട്ട് കാണുക, രക്തത്തിലെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് കാണുക, പ്രത്യേകിച്ച് ഗ്ലോബുലിൻ്റെ അളവ് വളരെ ഉയർന്നു കാണുക, സിറം കാൽഷ്യം ഉയർന്നു കാണപ്പെടുക, അതുപോലെ നമ്മൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ അത് അബ്നോർമലായിട്ടിരിക്കുക, ക്രിയാറ്റിനൊക്കെ ഉയർന്നു കാണുക, അതുപോലെ മൂത്രം പരിശോധിക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ കാണുക, ഇതൊക്കെ മൾട്ടിപ്പിൾ മൈലോമ സസ്പെക്ട് ചെയ്യാനുള്ള റീസൺസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന ആളുകളിലായിരിക്കും പ്രധാനമായും ഡോക്ടേഴ്സ് സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് നിർദ്ദേശിക്കുക. ഇനി ഈ സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിൻ്റെ റിപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ കാണുന്ന പീക്കുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇത് ഈ ബാൻഡുകൾ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം അത് ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ സഹായത്തോടു കൂടി ഓരോ ബാൻഡിൻ്റെയും ഡെൻസിറ്റി കണ്ടെത്തി ഇതിൻ്റെ അളവും പല റിപ്പോർട്ടുകളോടും ഒപ്പം കാണും. അപ്പോൾ അതുകൊണ്ട് ആ അളവുകളും കൂടി ഒന്ന് പറയാം. ടോട്ടൽ പ്രോട്ടീൻ നോർമൽ 6.4 to 8.3 gram per deciliter ആണ്. അതിൽ തന്നെ ആൽബുമിൻ്റെ അളവ് 3.5 to 5 gram per deciliter ആണ്. ഈ ആൽബുമിൻ്റെ അളവ് ഒരുപാട് കൂടാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം. ഇനി ആൽബുമിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ബേൺസ്, പൊള്ളലുണ്ടാകുന്നത് ആൽബുമിൻ കുറയ്ക്കാം. അതുപോലെ ക്രോണിക് ഇൻഫെക്ഷൻ, വളരെ നാളായിട്ട് നിലനിൽക്കുന്ന ചില ഇൻഫെക്ഷൻസ്, അതുപോലെ കരൾ രോഗങ്ങൾ, കരളിലാണ് ആൽബുമിൻ നിർമ്മിക്കപ്പെടുന്നത്, അതുകൊണ്ട് കരൾ രോഗങ്ങൾ ആൽബുമിൻ കുറയ്ക്കാം. അതുപോലെ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് നെഫ്രോട്ടിക് സിൻഡ്രോം, അങ്ങനത്തെ രോഗങ്ങൾ, അല്ലെങ്കിൽ മലത്തിനോടൊപ്പം ഒരുപാട് പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന പ്രോട്ടീൻ ലൂസിങ് എൻട്രോപ്പതി എന്ന് പറയുന്ന രോഗങ്ങൾ, പിന്നെ പ്രഗ്നൻസിയിലും ആൽബുമിൻ കുറയാം. അപ്പോൾ ഇതൊക്കെയാണ് ആൽബുമിൻ കുറയാനുള്ള കാരണങ്ങൾ. ഇനി α1 ഗ്ലോബുലിൻ എൻ്റെ സാധാരണ നോർമലി കാണുന്ന അളവ് 0.1 to 0.3 gram per deciliter ആണ്. α1 ഗ്ലോബുലിൻ പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് കാണാം. α1 ഗ്ലോബുലിൻ കുറയുന്ന ഒരു കണ്ടീഷനാണ് α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി. ഇനി α2 ഗ്ലോബുലിൻ നോർമലി 0.6 to 1 gram per deciliter ആണ് നോർമലി കാണുക. ഇത് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തന തകരാറ്, അതുപോലെ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഏറ്റവും അഡ്വാൻസ് സ്റ്റേജ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം, ഈ അവസ്ഥകളിലൊക്കെ α2 ഗ്ലോബുലിൻ കൂടുതലായിട്ട് കാണാം. α2 ഗ്ലോബുലിൻ കുറഞ്ഞു കാണപ്പെടുന്ന അവസ്ഥയാണ് മാൽന്യൂട്രീഷൻ, അതായത് നമുക്ക് പോഷകാഹാരക്കുറവുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ ലൂസിങ് എൻട്രോപ്പതി, നേരത്തെ പറഞ്ഞു മലത്തിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, കരൾ രോഗങ്ങൾ, ഗുരുതരമായ കരൾ രോഗങ്ങൾ, ഇവയെല്ലാം α2 ഗ്ലോബുലിൻ കുറയാനുള്ള കാരണങ്ങളാണ്. ഇനി ബീറ്റ ഫ്രാക്ഷൻ, നോർമലി ബീറ്റ ഗ്ലോബുലിൻ്റെ അളവ് 0.7 to 1.2 gram per deciliter ആണ്
ബീറ്റ ഫ്രാക്ഷൻ ഉയർന്നു കാണപ്പെടുന്നത് ബിലിയറി സിറോസിസ്, അതുപോലെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം, പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ബാധിക്കുന്ന രോഗം കുഷിംഗ്സ് ഡിസീസ്. ഇതൊക്കെയാണ് ബീറ്റ ഫ്രാക്ഷൻ ഉയർന്നു കാണപ്പെടുന്ന കണ്ടീഷൻസ്. ബീറ്റ ഫ്രാക്ഷൻ കുറഞ്ഞു കാണപ്പെടുന്നത് പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ വരുമ്പോഴാണ്. പ്രോട്ടീൻ ആഹാരങ്ങൾ കുറയുന്ന അവസ്ഥയിൽ ബീറ്റ ഗ്ലോബുലിനും കുറഞ്ഞു കാണപ്പെടാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലിനിക്കൽ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഗാമ റീജിയനിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗാമ ഗ്ലോബുലിൻ സാധാരണഗതിയിൽ അതിൻ്റെ റേഞ്ച് 0.7 to 1.6 gram per deciliter ആണ്. ഇനി ഗാമ ഗ്ലോബുലിൻ ഉയർന്നു കാണുന്ന കണ്ടീഷൻ അതാണ് മൾട്ടിപ്പിൾ മൈലോമ. നമ്മൾ നേരത്തെ പറഞ്ഞ അസ്ഥിമജ്ജയെ ബാധിക്കുന്ന ക്യാൻസർ, അമൈലോയിഡോസിസ് എന്നൊരു രോഗം, അതുപോലെ ബ്ലഡ് ക്യാൻസർ, ക്രോണിക് ലിംഫോസിറ്റിക് ലുക്കീമിയ എന്ന ബ്ലഡ് ക്യാൻസർ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം പോലെയുള്ള കൊളാജൻ വാസ്കുലാർ ഡിസീസസ്, സിറോസിസ്, ഇതൊക്കെ ഗാമ ഗ്ലോബുലിൻ്റെ അളവ് വളരെയധികം കൂടിക്കാണുന്ന കണ്ടീഷൻസ് ആണ്. ഗാമ ഗ്ലോബുലിൻ കുറയുന്ന കണ്ടീഷൻസിന് നമ്മൾ എഗ് ഗാമ ഗ്ലോബുലിനീമിയ, ഹൈപ്പോ ഗാമ ഗ്ലോബുലിനീമിയ എന്നീ കണ്ടീഷൻസിലൊക്കെ ഗാമ ഗ്ലോബുലിൻ കുറഞ്ഞു കാണപ്പെടും. ഇനി ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗാമ ഏരിയയിൽ ഒരു പീക്ക്, നമ്മൾ ആൽബുമിൻ്റെ പീക്ക് കാണപ്പെടുന്നത് പോലെ തന്നെ ഒരു സിംഗിൾ സ്പൈക്ക് ഉള്ളൊരു പീക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കേണ്ടത്, അത് നമുക്കറിയാം ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടാക്കുന്നത് പ്ലാസ്മ സെൽസ് ആണ് പ്രധാനമായിട്ടും. അപ്പോൾ ഒരു ക്ലോണിലുള്ള സിംഗിൾ ക്ലോണിലുള്ള പ്ലാസ്മ സെൽസ് ഉണ്ടാക്കുന്ന പ്രോട്ടീനുകളാണ് ഇതുപോലെ ഒരു സ്പൈക്ക് തരുന്നത്. അപ്പോൾ ഈ സിംഗിൾ ക്ലോണിലുള്ള പ്ലാസ്മ സെൽസ് ഇങ്ങനെ ഒരു സ്പൈക്ക് ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമ്പർ കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മൾട്ടിപ്പിൾ മൈലോമ പോലെയുള്ള ഏതെങ്കിലും രോഗമായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അതിനെ ഇങ്ങനെ കാണുന്ന സ്പൈക്കിനെ നമ്മൾ പറയും എം സ്പൈക്ക് അല്ലെങ്കിൽ മോണോക്ലോണൽ പ്രോട്ടീൻ സ്പൈക്ക് എന്ന് നമ്മൾ പറയും. എം സ്പൈക്ക് അല്ലെങ്കിൽ മോണോക്ലോണൽ പ്രോട്ടീൻ സ്പൈക്ക്. ഈ മോണോക്ലോണൽ ഗാമാപ്പതി ഉണ്ടാക്കുന്ന പല കണ്ടീഷൻസിൽ ഒന്ന് മാത്രമാണ് മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ കൂടാതെ മറ്റു പല അവസ്ഥകളിലും ഇതേപോലെ എം സ്പൈക്ക് ഉണ്ടാകാം. അതുകൊണ്ട് ഇങ്ങനത്തെ എം സ്പൈക്ക് കണ്ടതുകൊണ്ട് മാത്രം നമുക്കിത് മൾട്ടിപ്പിൾ മൈലോമ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾ മൈലോമ ആകാം. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ച് വായിച്ചു നോക്കുക. ഈ മൾട്ടിപ്പിൾ മൈലോമ ആണെങ്കിൽ മിക്കവാറും ഈ എം പ്രോട്ടീൻ്റെ അളവ് 3 gram per deciliter അധികമായിരിക്കും. അതുപോലെ നമ്മൾ സ്കെലിറ്റൽ സർവേ, നമ്മുടെ എല്ലുകളുടെയൊക്കെ ഒരു എക്സ്റേ ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് ലൈറ്റിക് ലീഷൻസ് എന്ന് പറയും, ക്യാവിറ്റി പോലെയുള്ള ഏരിയാസ് എല്ലുകളുടെ എക്സ്റേയിൽ കാണും. അതുപോലെ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും, ക്രിയാറ്റിനിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മൾട്ടിപ്പിൾ മൈലോമ ആണോ എന്ന് നമുക്ക് യഥാർത്ഥമായി സംശയിക്കാം. ഇനി ഈ സീറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് നോർമൽ ആണെങ്കിൽ പോലും നമുക്ക് സ്ട്രോങ് ആയിട്ട് മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ഇമ്മ്യൂണോ ഫിക്സേഷൻ ടെസ്റ്റ്. ഇനി ഈ എം സ്പൈക്ക് കണ്ടാലും നമുക്ക് ഇമ്മ്യൂണോ ഫിക്സേഷൻ ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും ഈ ഇമ്മ്യൂണോ ഫിക്സേഷൻ ടെസ്റ്റിൽ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ എം പ്രോട്ടീൻ അത് ഏത് സബ് ടൈപ്പിലുള്ളതാണ് എന്ന് കണ്ടെത്താനും ഈ ഇമ്മ്യൂണോ ഫിക്സേഷൻ ടെസ്റ്റ് നമ്മളെ സഹായിക്കും. അതായത് ഈ എം പ്രോട്ടീൻ്റെ സബ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പ, ലാംഡ, IgG, IgM, IgA, IgE, IgD ഇങ്ങനെ ഏത് സബ് ടൈപ്പിലുള്ളതാണ് ഈ എം പ്രോട്ടീൻ എന്ന് കണ്ടെത്താനും നമ്മളെ ഇമ്മ്യൂണോ ഫിക്സേഷൻ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യും. മൾട്ടിപ്പിൾ മൈലോമ പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാനും ഇമ്മ്യൂണോ ഫിക്സേഷൻ ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. റിലാപ്സ് ഒക്കെ ഉണ്ടോ എന്ന് കണ്ടെത്താനും ആ ടെസ്റ്റ് സഹായകമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ടെസ്റ്റാണ് സിറം ഫ്രീ ലൈറ്റ് ചെയിൻ അസേ. അതിനകത്ത് കാപ്പ, ലാംഡ,
റേഷ്യോ കണ്ടെത്താനായിട്ട് സാധിക്കും. അതും മൾട്ടിപ്പിൾ മൈലോമ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. എങ്കിലും ഒരാൾക്ക് മൾട്ടിപ്പിൾ മൈലോമ ആണ് എന്ന് നമുക്ക് ഉറപ്പോടെ പറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ് ബോൺ മാരോ ബയോപ്സി. ഈ ബോൺ മാരോയുടെ ഒരു ബയോപ്സി അല്ലെങ്കിൽ അതിനകത്ത് സെൽസ് ആസ്പിറേറ്റ് ചെയ്ത് ഒരു പാത്തോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ റിപ്പോർട്ടിൽ പ്ലാസ്മ സെൽസിന്റെ നമ്പർ മോർ ദാൻ 10% ആണെങ്കിൽ, അതായത് ഒരു 10% ബോൺ മാരോയിൽ പ്ലാസ്മ സെൽസ് ഉണ്ടെന്നാണ് റിപ്പോർട്ടെങ്കിൽ മൾട്ടിപ്പിൾ മൈലോമയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ മൈലോമയെ ഏറ്റവും ഉറപ്പിക്കാവുന്ന കൺഫർമേറ്ററി ടെസ്റ്റ് ബോൺ മാരോ ബയോപ്സി ആണ്. ബോൺ മാരോ ബയോപ്സിയിൽ പ്ലാസ്മ സെൽസ് 10% ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ മൈലോമയാണെന്ന് ഉറപ്പിക്കും. മൾട്ടിപ്പിൾ മൈലോമ സസ്പെക്ട് ചെയ്യുന്നവരിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന താരതമ്യേന ചെലവ് കുറഞ്ഞൊരു ടെസ്റ്റാണ് സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ടെസ്റ്റ്. ഈ സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ടെസ്റ്റിൽ എം സ്പൈക്ക് കണ്ടെത്തിയാൽ അത് ഏത് സബ് ടൈപ്പ് ആണെന്ന് ഒരു ഇമ്മ്യൂണോ ഫിക്സേഷൻ ടെസ്റ്റ് വഴി കണ്ടെത്താം. മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് പുറമെ മറ്റനേകം രോഗങ്ങൾ, മറ്റനേകം ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ ക്രോണിക് ലിംഫോസിറ്റിക് ലുക്കീമിയ പോലെയുള്ള ബ്ലഡ് ക്യാൻസേഴ്സിലൊക്കെ ഈ എം സ്പൈക്ക് കാണാം. മൾട്ടിപ്പിൾ മൈലോമ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് ഒരു ബോൺ മാരോ ബയോപ്സി ഒരു പാത്തോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ 10% പ്ലാസ്മ സെൽസ് കാണുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ മൈലോമയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ സിറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ടെസ്റ്റിനെ പറ്റി നിങ്ങളിൽ ഒരു അറിവുണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.